എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ആവശ്യങ്ങളും നമ്മളുടെ സന്തോഷകരമായി നടക്കാനായിട്ട് ചില സമയങ്ങളിലൊക്കെ നമുക്ക് പണം അത്യാവശ്യമായിട്ട് വരും. ജീവിതത്തിലെ ഏതൊരു കാര്യത്തിന് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴും അതിന് പണം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ജീവിതത്തിലെ അടിസ്ഥാനം എന്ന് പറയുന്നതും പണം തന്നെയാണ്. ഇഷ്ടപ്പെട്ട ഒരു ബാഗ് മേടിക്കാനും, ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനും, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനും, ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കാണാനും ഉല്ലസിക്കാനും എല്ലാത്തിനും നമ്മുടെ കയ്യിൽ പണം വേണം. കൃത്യമായ ഒരു വരുമാനം ഇല്ലാതെയും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരും ഒക്കെ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ളവർക്ക് മാസത്തിൽ 1-2 തവണയൊക്കെ ആയിരിക്കും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏറെ നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒരു നല്ല വസ്ത്രം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നല്ലൊരു ഫുഡ് കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ നല്ലൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് ഒത്തിരി നാളായി വിചാരിച്ചിട്ട് നടക്കാത്തത് ഈ പണത്തിൻ്റെ ലഭ്യത ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. തൻ്റെ മാതാപിതാക്കൾക്കൊപ്പം നല്ലൊരു സ്ഥലത്തേക്ക് പോകണം, ഭക്ഷണം കഴിക്കണം, ഉല്ലസിക്കണം എന്നാഗ്രഹിക്കാത്ത മക്കളുണ്ടാവില്ല. അതുപോലെ തന്നെ തൻ്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഇരുന്നു കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനും, അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കൊടുക്കാനും, അവരെ സന്തോഷിപ്പിക്കാനും ഒക്കെ ആഗ്രഹിക്കാത്തതായിട്ട് ആരാണുള്ളത്? എല്ലാത്തിനും അടിസ്ഥാനം പണം തന്നെയാണ്. നമ്മളിലേക്ക് വരുന്ന ആ ഒരു പണത്തിൻ്റെ ലഭ്യത കുറയുമ്പോൾ നമ്മൾ മാനസികമായിട്ട് ഒത്തിരി വിഷമിക്കും. ഈ മാസത്തെ ഒരു ലോൺ അതെങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും? അല്ലെങ്കിൽ ഈ മാസം മക്കളുടെ പഠനത്തിനായി കൊടുക്കേണ്ട എമൗണ്ട്, അവരുടെ ഹോസ്റ്റൽ വാടക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, പാൽക്കാരൻ, ലോൺ, പത്രം, ഒത്തിരി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ജീവിതം. എവിടെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും നമ്മൾ. പച്ചക്കറി കടയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പലചരക്ക് കടയിൽ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് തരാം, അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ പറയും. നമ്മളോടുള്ള ഒരു പരിചയം കൊണ്ട് അവരത് അംഗീകരിക്കും. പക്ഷേ മാനസികമായിട്ട് നമ്മളത് സംതൃപ്തിപ്പെട്ടിട്ടാണോ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത്? അല്ല, തീർച്ചയായിട്ടും അതൊരു നിവൃത്തികേട് കൊണ്ട് മാത്രം പറയുന്നതാണ്. അത് ഇല്ലാതെ അത് ഫുൾ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സാധനം വാങ്ങാനായിട്ട് ആഗ്രഹിക്കാത്തവരാരാണുള്ളത്? നല്ലൊരു സാരി കണ്ടു, അതെനിക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. നല്ലൊരു ആഭരണം കണ്ടു, അതെനിക്ക് അണിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. നല്ലൊരു ഫുഡ് കണ്ടു, അതെൻ്റെ മക്കൾക്കും എനിക്കും ഒന്നിച്ച് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് കഴിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നതാണ് സന്തോഷമുള്ള ഒരു കുടുംബം. പേരക്കുട്ടികളാകട്ടെ തൻ്റെ മാതാപിതാക്കൾക്കും അപ്പാപ്പനും അമ്മാമ്മയ്ക്കും ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഒരു തുണ്ട് മിഠായി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മുറുക്കാനായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അവരിലേക്ക് ആ ഒരു സന്തോഷം എത്തിക്കാനായിട്ട് അവർക്കും ഒത്തിരി ആഗ്രഹം ഉണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പണയം വെച്ചൊരു എമൗണ്ട്, അത് ആ പണയം എടുക്കാനായിട്ട് സാധിക്കാതെ വരുന്ന സിറ്റുവേഷൻ, അതായത് നമ്മളുടെ കയ്യിലുള്ള എമൗണ്ട് നമുക്ക് ആ പണയത്തിലേക്ക് തിരിച്ചടച്ച് ആ ഒരു വസ്തു എടുക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ നമ്മുടെ കടങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതൊക്കെ മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ, അതായത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണം, അത് കൃത്യമായിട്ട് നല്ലൊരു ഫ്ലോയിൽ നമുക്ക് ആവശ്യം പോലെ നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ, പൈസ ഇങ്ങനെ നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ജോലിയുള്ള, ഒരു കൃത്യമായിട്ട് ജോലിയുള്ള ഒരു വ്യക്തിക്ക് ആ ഒരു എമൗണ്ട് മാത്രമല്ലേ കിട്ടുള്ളൂ എന്നുള്ളത്. അല്ല, മറ്റുള്ള വഴികളും ആ വ്യക്തിക്ക് തുറന്നു കിട്ടും. മേ ബി ഒരു ചിട്ടി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എമൗണ്ട്, അല്ലെങ്കിൽ ഒരു ലോട്ടറി തന്നെ ആയിക്കോട്ടെ, മറ്റേതെങ്കിലും തരത്തിൽ എങ്ങനെയായിരുന്നാലും ആ വ്യക്തിയിലേക്ക് വരുന്ന എമൗണ്ടിൻ്റെ, ആ ഒരു പണത്തിൻ്റെ ലഭ്യത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്, പണയം വെച്ച് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ EMI തുടരെ അടച്ചുകൊണ്ടിരിക്കുന്ന EMI, അതിനെ നിങ്ങൾക്ക് ഇതുവരെ ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നിലവിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ കടങ്ങളിൽ നിന്നും നിങ്ങൾ മുക്തനായി, സ്വതന്ത്രനായി നിങ്ങളിലേക്ക് വരുന്ന
ആ ഒരു എമൗണ്ട്, അതിൻ്റെ ആ ഒരു ഫ്ലോ വർദ്ധിച്ച് നിങ്ങളുടെ സേവിങ്സിലേക്ക് മാറി സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം, സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം, അതിന് വേണ്ട ഒരു സിമ്പിളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. വളരെ എളുപ്പമായിട്ട് നമുക്കിത് വരച്ച് വയ്ക്കാവുന്നതാണ്. ഇത് പ്രിൻ്റ് എടുത്ത് വയ്ക്കാം, ഫോണിൻ്റെ വാൾപേപ്പർ ആക്കിയിട്ട് ഇടാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ കാണുന്ന രീതിയിൽ നമുക്കിതിനെ ഫ്രെയിം ചെയ്ത് വയ്ക്കാം. വെറുതെ വായുവിൽ നമുക്കിതിങ്ങനെ വിരലുകൊണ്ട് വരയ്ക്കുന്ന പോലെ നമുക്ക് എപ്പോഴും പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മളുടെ ദേഹത്ത് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കാലിൽ തന്നെ നമുക്കതിങ്ങനെ വരയ്ക്കുന്ന പോലെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഈ ഒരു സിമ്പല്, അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ ഒരു സിമ്പല് വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു സിമ്പലാണ്. ഏതൊരു വ്യക്തിയാണോ ഈ ഒരു സിമ്പൽ വിശ്വസിച്ച് ഇതിലേക്ക് പണം നിങ്ങളിലേക്ക് വരുന്നു, അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഇതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു പണം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേർത്ത് തന്നെ ഇരിക്കും. അതിലൊരു തരത്തിലുള്ള സംശയവും നിങ്ങൾക്ക് വേണ്ട. 100% ഉറപ്പാണ്. വെറും ഒരു സിമ്പിൾ കൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമോ എന്ന് രണ്ടാമത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു തരത്തിലുള്ള ചിലവുകളും നിങ്ങൾക്കില്ല. ഇതൊരു ഗ്രീൻ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ പെൻ വെച്ചിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. അത് ഒരു പേപ്പറിൽ മടക്കി നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ വയ്ക്കാവുന്നതാണ്. കിടക്കുന്നതിന് മുൻപായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളത് ഉള്ളം കയ്യിൽ വെച്ച് നല്ലതുപോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്നിലേക്ക് വരാനുള്ള പണത്തിൻ്റെ ലഭ്യത കൂട്ടണം. എനിക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ നിറവേറാനുള്ള പണം എനിക്ക് വരണം. നിലവിൽ എന്നെ ബാധിച്ചിരിക്കുന്ന എല്ലാ കടങ്ങളും അതെല്ലാം എന്നെ വിട്ട് ഒഴിഞ്ഞതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. ഒത്തിരി സന്തോഷത്തോടെ ദൈവത്തോട് നന്ദി പറയുക. എല്ലാ കടങ്ങളും നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോയതിൽ നിങ്ങൾ സന്തോഷിച്ചുകൊണ്ട്, ആ ഒരു കടങ്ങളിലൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അത്രയും സന്തോഷത്തോടെ ദൈവത്തോട് നന്ദി പറയുക. ഇതുവരെ താൻ അനുഭവിച്ചു പോകുന്ന എല്ലാ കടങ്ങളിൽ നിന്നും നിങ്ങളെ മുക്തനാക്കിയതിന് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് ദൈവത്തോട് നന്ദി പറയുക. ഈ ഒരു പേപ്പർ ഉള്ളംകൈയിൽ വെച്ച് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. നല്ലതുപോലെ മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ വളരെ ശാന്തമായി കണ്ണുകൾ അടച്ചിരുന്നുകൊണ്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ആ ഒരു കാര്യം സാധിച്ചു, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പണത്തിൻ്റെ ലഭ്യത ഇല്ലാത്തത് കൊണ്ട് നടക്കാതിരുന്ന ആ ഒരു കാര്യം നടന്നു എന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. മനസ്സിൽ ഒത്തിരി തവണ അത് ചിന്തിക്കുക, അതിനെ ആഗ്രഹിക്കുക, അത് വിഷ്വലൈസ് ചെയ്യുക. ഇതുവഴി ഇതിങ്ങനെ തുടരെ കൃത്യമായിട്ടുള്ള ഒരു സമയം പാലിക്കണം. നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി ഒരു 10 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ ആ ഒരു 10 മണി തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യുക. വല്ലപ്പോഴും ഒരിക്കൽ അതിൽ നിന്ന് സമയം വൈകിയേക്കാം. പക്ഷേ എല്ലാ ദിവസവും ഒരു കൃത്യസമയം പാലിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമുക്കൊരു 40-45 ദിവസത്തിനുള്ളിൽ നമുക്കൊരു റിസൾട്ട് കിട്ടി തുടങ്ങും. അത് കഴിഞ്ഞ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം സാധിച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു പേപ്പർ ചുരുട്ടി നിങ്ങൾ ആരും അങ്ങനെ ചവിട്ടാത്ത ഒരു വഴിയിൽ ഇടുക, അല്ലെങ്കിൽ നിങ്ങളതിനെ കത്തിച്ച് കളയുക. അതിനുശേഷം രണ്ടാമത് നിങ്ങൾക്കൊരാവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു പേപ്പറിൽ വേണം ഇത് വരച്ച് വയ്ക്കാനായിട്ട്. ഒരു പ്രാവശ്യം ഒരു കാര്യം മാത്രം നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഇത് വരയ്ക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായി കിട്ടുന്ന ഒരു വരുമാനത്തിലേക്കുള്ള ലഭ്യതയാണ് കൂട്ടുവരുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസും കമൻസും എല്ലാം അറിയിക്കണം. ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇത് കാണുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം ദൈവം എത്രയും വേഗം സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ പരിപൂർണമാകാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.